എല്ലാവർക്കും നമസ്കാരം. അന്തരയോഗയുടെ 5ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മളിന്ന്. അന്തരയോഗ ഞാൻ മുൻപുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആന്തരികമായ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായിട്ടുള്ള മാർഗങ്ങളിലൊന്നാണ്. അപ്പോൾ അതിൽ ആന്തരിക ശക്തികളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആന്തരിക ശക്തികളാണ്. ഇപ്പോൾ ബുദ്ധിശക്തി നമുക്കറിയാം, അത് ഭക്ഷണം കൊണ്ട് മാത്രം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല, വ്യായാമം കൊണ്ട് മാത്രം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതിനൊക്കെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള മാർഗങ്ങൾ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ മനഃശക്തി ആയാലും ഇച്ഛാശക്തി ആയാലും അറിവ് നേടാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ താല്പര്യമാണെങ്കിലും, അതുപോലെ കായിക ബലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളാണേലും, അങ്ങനെ പലതരത്തിലുള്ള ശക്തികൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ശക്തികൾ പലതും നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ അശക്തരാണ്, ദുർബലരാണ്, ബലഹീനരാണ്. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കാതെ വരും. അപ്പോൾ ഈശ്വരനോട് നമ്മൾക്കെല്ലാ മതവിശ്വാസങ്ങളിലും ഈശ്വരനോട് ഉള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഓരോ മതങ്ങളും എൻ്റെ ഈശ്വരനാണ് വലുത് എന്ന് തർക്കിക്കുന്ന, അതിൻ്റെ പേരിൽ കലഹവും ഉണ്ടാക്കുന്ന, അതിൻ്റെ പേരിൽ നിരവധി മനുഷ്യ ജീവിതങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വിശന്നിട്ട് ഒരു പഴം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എത്ര പ്രാവശ്യം ഈശ്വരനെ ജപിച്ചാലും ഈശ്വരൻ നേരിട്ട് വന്ന് നമുക്ക് ആ പഴം എത്തിച്ചു തരികയില്ല. അതുപോലെ മാർക്ക് കിട്ടുന്നതിന് വേണ്ടി എത്ര തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചാലും പരീക്ഷാ പേപ്പറിൽ ഈശ്വരൻ വന്നിട്ട് മാർക്ക് കൂട്ടിയിടുകയില്ല. പക്ഷേ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാനുള്ള ശക്തി അല്ലെങ്കിൽ മാർഗം നമ്മളുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിച്ച് തന്നിട്ടാണ് ഈശ്വരൻ രക്ഷിക്കുന്നത്. ഒരു പക്ഷേ വേറെ ആരുടെയെങ്കിലും സഹായത്താലും ഈശ്വരൻ നമ്മുടെ മുൻപിൽ രക്ഷകനായി എത്തിയെന്ന് വരാം. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റാരുടെയെങ്കിലും പരിശ്രമം അല്ലെങ്കിൽ ഇച്ഛാശക്തി അല്ലെങ്കിൽ മനഃശക്തി അല്ലെങ്കിൽ ആത്മശക്തി ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ശക്തികൾ നമ്മളിൽ തന്നെ വളർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും നമ്മളുടെ കാര്യങ്ങളിൽ സ്വയം സഹായം ആകാനും നമ്മളെ കൊണ്ട് കുറച്ചുകൂടെ നന്നായി സാധിക്കും. അപ്പോൾ മാത്രമല്ല, അവനവനെ അറിയുക, ഞാൻ എന്താണ്, എൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ശക്തികൾ അതുപോലെ എൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണ്, ഇത് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മളുടെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാവും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് മേഖലയാണ് എനിക്ക് യോജ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രത്യേക മേഖലയിൽ എനിക്ക് എത്ര തന്നെ വിചാരിച്ചിട്ട് ജയിക്കാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ അതൊക്കെയാണ് അന്തർയോഗയുടെ പ്രത്യേകത. അന്തർയോഗ ആന്തരികമായ ശക്തിയും ബലഹീനതയും തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ദൗർബല്യങ്ങളും ബലഹീനതകളും നമ്മുടെ ശരീരത്തിലെ വീക്ക് പോയിൻറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലർക്ക് ഹാർട്ടായിരിക്കും വീക്ക് പോയിൻ്റ് ആയിട്ടുള്ളത്, ചിലർക്ക് ബ്രെയിൻ ആയിരിക്കും വീക്ക് പോയിൻ്റ്, ചിലർക്ക് കാഴ്ചയായിരിക്കും വീക്ക് പോയിൻ്റ് ആയിട്ടുള്ളത്, ചിലർക്ക് ശരീരത്തിൻ്റെ അസ്ഥികളുടെ ബലം കുറയുന്നതോ അല്ലെങ്കിൽ പേശികളുടെ ബലം കുറയുന്നതോ അല്ലെങ്കിൽ മുട്ടിൻ്റെ ബലഹീനതയോ നട്ടെല്ലിൻ്റെ ബലക്കുറവ്, ഇതൊക്കെ നമ്മുടെ ബലഹീനതകളായിട്ട്, ഫിസിക്കലായിട്ടുള്ള ബലഹീനതകളായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഒക്കെ തന്നെ ഇത് ഏത് തരത്തിലുള്ള ഫിസിക്കലായാലും മെൻ്റലായാലും നമ്മുടെ ദൗർബല്യങ്ങളെ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കിയാൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ലളിതമാകും. അപ്പോൾ അന്തർയോഗയിൽ ഇത് രണ്ടും വരുന്നുണ്ട്. നമ്മുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ ശക്തികളെ വളർത്താനും ഉള്ള മാർഗങ്ങൾ ഇതിലുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഒരിക്കലും രോഗം വരില്ല എന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ പൂർണ്ണമായ കഴിവിനെ ഉപയോഗപ്പെടുത്തത്തക്ക തരത്തിൽ നമ്മൾ വളരാൻ സാധ്യതയുണ്ട്, വളർത്താൻ കഴിയും. പക്ഷെ നമ്മൾ എത്രത്തോളം ഡിവോട്ടഡ് ആയിരിക്കുന്നുവോ, എത്രത്തോളം അധ്വാനിക്കുന്നുവോ, എത്രത്തോളം നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുന്നുവോ,
നമ്മളുടെ ശക്തികളെ വളർത്താൻ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുവോ അതെല്ലാം തന്നെ ഇതിൽ പ്രധാനമാണ്. എന്നാൽ അന്തർയോഗയെക്കുറിച്ച് പറയുമ്പോൾ ലളിതമായ മാർഗമാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലെ ജലത്തെ ആണ് നമ്മൾ പ്രധാന ആധാരമായിട്ട് കാണുന്നത്. യോഗനിദ്രയോട് സമാനതയുള്ളതാണ്. ജലത്തെ ആധാരമാക്കുന്നത് കൊണ്ട് കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ചലനങ്ങൾ എടുക്കാവുന്നതാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി അന്തർയോഗ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് ആയുർവേദവുമായിട്ടും ജ്യോതിഷവുമായിട്ടും അതുപോലെ ലക്ഷണശാസ്ത്രം, പഞ്ചഭൂത തത്വങ്ങൾ, അങ്ങനെയുള്ള നിരവധി ഭാരതീയമായ അറിവുകളോട് ഇതിന് ബന്ധമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പലതരം ശക്തികൾ ആവശ്യമാണ്. ഈ പലതരം ശക്തികൾ എങ്ങനെയാണ് ശരീരത്തിനകത്ത് നിറയ്ക്കപ്പെടുന്നത്? അതിനകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള കാന്തിക ശക്തി, പ്രപഞ്ചത്തിലെ വൈദ്യുതി തരംഗങ്ങൾ, അതുപോലെ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദ തരംഗങ്ങൾ, പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശ തരംഗങ്ങൾ, ഇതെല്ലാം നമ്മളെ എനർജൈസ് ചെയ്യുന്ന ശക്തികളാണ്. ഇത് ഏതെല്ലാം വിധത്തിൽ എത്രത്തോളം ശരീരത്തിനകത്തേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മഹാമുനിമാരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അറിവുള്ളവരായിരുന്നതുകൊണ്ട് അവർ ഈ മാർഗങ്ങളെക്കുറിച്ച് ഗഹനമായി പഠിച്ചില്ലെങ്കിൽ പോലും നിത്യജീവിതത്തിൽ നമ്മളുടെ ശക്തികൾ വളർത്തുന്നതിന് വേണ്ട നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭക്ഷണ രീതി എടുത്തു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് ആഹാരത്തിലൂടെ പല തരത്തിലുള്ള സസ്യങ്ങളുടെയും അതിലടങ്ങിയിരിക്കുന്ന നമ്മൾ പോഷകങ്ങൾ എന്നാണ് പറയുക. പക്ഷേ വർണ്ണ വൈവിധ്യം നമുക്ക് നോക്കിയാൽ അറിയാം. നിറം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക തരംഗ ദൈർഘ്യമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള നിറങ്ങളുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ പലതരത്തിലുള്ള തരംഗങ്ങളെ നമ്മൾ ശരീരം ഉൾക്കൊള്ളുന്നുണ്ട്. അത് ശരീരത്തിനകത്ത് ചെന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണമായിട്ടാണ് കഴിക്കുക, പക്ഷെ ശരീരത്തിനകത്ത് ചെന്നിട്ട് അത് ദഹന പ്രക്രിയ വഴി ഊർജമായിട്ട് മാറ്റുന്നു. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ, ഇപ്പോൾ പാലിലായാലും അതുപോലെ തക്കാളിയിലായാലും വെണ്ടയ്ക്കയിലായാലും ഒക്കെ അടങ്ങിയിരിക്കുന്ന നിറങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന പോലെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഊർജ തരംഗങ്ങൾ വ്യത്യസ്തമാണ്. അത് പല ചക്രകളിലാണ് ശേഖരിക്കപ്പെടുന്നത്. ഇതേപോലെ തന്നെ സംഗീതം എടുക്കുമ്പോൾ സംഗീതത്തിൽ പലതരത്തിലുള്ള രാഗങ്ങളുണ്ട്, പലതരത്തിലുള്ള ശബ്ദത്തിൻ്റെ നമുക്ക് സംഗീതം ആസ്വദിക്കുന്നവർക്കറിയാം 72 മേളരാഗങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കോമ്പിനേഷൻസുമുണ്ട്. ഈ ശബ്ദതരംഗങ്ങളുടെ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഭക്ഷണത്തിലെ വൈവിധ്യം ഉണ്ടാക്കുന്നത് കോമ്പിനേഷൻസ് വഴിയാണ്. അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ വൈവിധ്യങ്ങൾ ഉണ്ടാക്കാൻ കോമ്പിനേഷൻസ് വഴി സാധിക്കും. അപ്പോൾ അതിലെല്ലാ രാഗങ്ങളും എല്ലാ കോമ്പിനേഷൻസും എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. കാരണം അവരുടെ ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്ന ശബ്ദതരംഗങ്ങളുടെ സാധ്യത അല്ല മറ്റൊരാളുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദങ്ങളുടെ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്, പലതരത്തിലുള്ള ശബ്ദം ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതങ്ങളുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നൃത്തരൂപങ്ങൾ നോക്കി കഴിഞ്ഞാൽ നൃത്തരൂപത്തിൽ നിറത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ ആഭരണങ്ങളായാലും വസ്ത്രങ്ങളായാലും അതേപോലെ തന്നെ അതോടൊപ്പം ശബ്ദത്തിനും താളത്തിനും എല്ലാം പ്രാധാന്യമുണ്ട്. സംഗീതം അപ്പോൾ ഹയ്യസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ എന്ന നൃത്തത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള ഊർജങ്ങളുടെയും സാധ്യത ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് നൃത്തം. ഇനി ഇതുപോലെ തന്നെ റിച്വൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഹിന്ദു കൾച്ചറിൽ നിരവധിയായിട്ടുള്ള റിച്വൽസ് ഉണ്ട്. ആ റിച്വൽസ് എന്ന് പറയുന്നത് ഓരോ ദേവതയ്ക്കും അനുഷ്ഠിക്കുന്ന റിച്വൽസ് വ്യത്യസ്തമാണ്. ഓരോ ദേവതയ്ക്കും നമ്മൾ വയ്ക്കുന്ന നിവേദ്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ ദേവതയ്ക്കും ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ശക്തിയുടെ പല പല രൂപങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതിന് സൗകര്യത്തിൽ അതിനെ വിവിധങ്ങളായ രൂപങ്ങളിലേക്ക്
പ്രയോജനപ്പെടുത്താൻ വേണ്ടുന്ന തരത്തിലാണ് ഈ ഹിന്ദു കൾച്ചറിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും മന്ത്രങ്ങളുണ്ട്. ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിന് മന്ത്രങ്ങളുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മന്ത്രങ്ങളുണ്ട്, അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കോ ചെവിയുടെ കേൾവി വർദ്ധിപ്പിക്കുന്നതിനോ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങളെക്കുറിച്ച് ഹിന്ദു കൾച്ചറിൽ പറയുന്നുണ്ട്. അപ്പോൾ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് നാഡികളിലുള്ള എനർജി ബ്ലോക്കിനെ നീക്കാൻ സാധിക്കും എന്നുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇന്ന് ശബ്ദതരംഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രകാശ തരംഗങ്ങൾ കൊണ്ട് ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ, യുദ്ധരംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹിന്ദു കൾച്ചറിൽ ഈ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധ്യത വളരെ വിപുലമായിട്ട് തരത്തിലാണുള്ളത്. ഒരു മനുഷ്യനെ നന്നാക്കാനും ഒരു മനുഷ്യനെ നശിപ്പിക്കാനും ഏത് തരത്തിലുള്ള ശക്തി, ആത്മശക്തിയായാലും മനഃശക്തിയായാലും ബുദ്ധിശക്തിയായാലും ഇച്ഛാശക്തിയായാലും ജ്ഞാനശക്തിയായാലും സാമ്പത്തിക ശക്തിയായാലും അതുപോലെ ശാരീരിക ക്ഷമതയായാലും ഏതിനെ മെച്ചപ്പെടുത്താൻ ഈ ശബ്ദം കൊണ്ട് ഉള്ള സാധ്യതകളെക്കുറിച്ച് ഈ ഹിന്ദു കൾച്ചറിനകത്ത് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒന്നും വളരെ പെട്ടെന്ന് മനസ്സിലാകാവുന്ന തരത്തിലല്ല എഴുതപ്പെട്ടിരിക്കുന്നത്. കുറച്ച് താല്പര്യമുള്ളവർ അതേ കുറച്ച് മാത്രം അതിൽ നിന്ന് അറിഞ്ഞ് സ്വീകരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തി അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ആ തരത്തിലാണ് ഈ അറിവുകളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഓടി ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പഠിക്കാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ നമുക്ക് ദാഹിക്കുന്നതിനുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും, പക്ഷേ ലോകത്തിലുള്ള വെള്ളത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളിലും നമുക്ക് അത് മുഴുവനും സ്വായത്തമാക്കാനും സാധിക്കുകയില്ല. അതുപോലെ അറിവിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തോളം വലുതായി കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ ജന്മത്തെ സഫലമാക്കാൻ വേണ്ടുന്ന ഊർജത്തെ, അത് ശബ്ദരൂപത്തിലായാലും പ്രകാശരൂപത്തിലായാലും സ്വീകരിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ നമ്മുടെ ജീവിത പരിസരത്ത് അല്ലെങ്കിൽ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് തന്നെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടെമ്പിൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളെല്ലാം നോക്കിയാൽ അറിയാം, അവിടെ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, പലതരത്തിലുള്ള കലാരൂപങ്ങളുണ്ട്, അതിൽ പലതരത്തിലുള്ള നിറങ്ങളുടെ സന്നിവേശം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചിലതിൽ ചുവന്ന നിറങ്ങളാണ്. ഇപ്പോൾ തെയ്യം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ വേട്ടയ്ക്ക് പോകുന്ന അവിടെയൊക്കെ പലതരത്തിലുള്ള അവിടുത്തെ, അതായത് പാദങ്ങളെ നന്നായി ഉപയോഗിക്കുക, നല്ല വൈബ്രേഷൻസ് ശരീരത്തിനകത്തുണ്ടാക്കുക, നല്ല രക്തത്തിൻ്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുക, നല്ല ഓക്സിജനേഷൻ ശരീരത്തിലുണ്ടാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ലഹരിക്ക് വേണ്ടി മയക്കുമരുന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തെയ്യം പോലെയോ അല്ലെങ്കിൽ നിരവധി ക്ഷേത്രങ്ങളിലുണ്ട്. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള നൃത്തരൂപങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള ദേവീക്ഷേത്രങ്ങളുമായിട്ടും അയ്യപ്പ ക്ഷേത്രങ്ങളുമായിട്ടും അതുപോലെ ശിവക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള നടന രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിലാണെങ്കിൽ കൃഷ്ണനാട്ടം, അതുപോലെയുള്ള കഥകളി പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ മൈന്യൂട്ട് വൈബ്രേഷൻസാണ് അവിടെ ഉപയോഗിക്കുന്നത്, മൈന്യൂട്ടായിട്ടുള്ള ചലനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വളരെ സൂക്ഷ്മമായ ചലനങ്ങളിലൂടെ പലതരം നമ്മുടെ വികാരവിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് തന്നെ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഊർജ്ജങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിച്ച് ശരീരത്തിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ജീവിത മാർഗം എന്താണോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കർമ്മം എന്താണോ അതനുസരിച്ചുള്ള ഒരു ഊർജ്ജശേഖരം നമുക്ക് സ്വീകരിക്കാൻ ചെലവില്ലാത്ത ധാരാളം മാർഗങ്ങൾ നമ്മുടെ പൂർവികർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊന്നും ആ തരത്തിലല്ല മറ്റ് സംസ്കാരങ്ങൾ മനസ്സിലാക്കുന്നത്. അവരുടേതിനകത്ത് ഭൗതികമായ ഈ ശരീരത്തിൻ്റെ സുഖങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ശരീരത്തിന് വേണ്ട നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല വീടും ജീവിത സൗകര്യങ്ങളും കൊടുക്കുക. അവർ ആത്മശക്തിയെക്കുറിച്ചോ മനഃശക്തിയെക്കുറിച്ചോ ഇച്ഛാശക്തിയോ ജ്ഞാനശക്തി ക്രിയാശക്തി എന്നൊക്കെ പറയുന്ന വിവിധ തരം ശക്തികളെ കുറിച്ചിട്ട്
അവരുടെ ഒന്നും മതഗ്രന്ഥങ്ങളിൽ നമുക്ക് അധികമായിട്ട് കാണാൻ സാധിക്കുകയില്ല. എല്ലാം ഈശ്വരൻ സാധിച്ചു തരും എന്ന് പറയുന്ന ഒരു ഭാവത്തിലാണ് അവർ ഈശ്വരനെ കാണുന്നത്. നമുക്ക് അങ്ങനെയല്ല. ഈശ്വരൻ എല്ലാം സാധിച്ചു തരണമെങ്കിൽ നമ്മുടെ അകത്തെ ശക്തി പ്രയോജനപ്പെടുത്തണം. അകത്തെ ശക്തിയെ നമ്മൾ വളർത്തണം. അപ്പോൾ പണ്ടൊക്കെ ആളുകൾ തപസ് ചെയ്യുക. അപ്പോൾ തപസ് ചെയ്യുമ്പോൾ അവർ ഒരു മന്ത്രം ജപിക്കുന്നുണ്ട്. ശരീരത്തെ ഒതുക്കി ശരീരത്തിനകത്തുള്ള മറ്റുള്ള എല്ലാ വൈബ്രേഷൻസിനെ എല്ലാ മോഹങ്ങളെയും അടക്കി ഒതുക്കി നിന്നുകൊണ്ട് ഒരു പ്രത്യേക മന്ത്രം അനേകം പ്രാവശ്യം ജപിച്ച് ശരീരത്തിനകത്തെ വൈബ്രേഷൻസിനെയെല്ലാം ഒരു പ്രത്യേക പാറ്റേണിലാക്കി ഈ പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷനുമായിട്ട് ഒരു സന്തുലനാവസ്ഥയിൽ എത്തുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ ശക്തി അവരിലേക്ക് വന്ന് നിറയും. പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് തപസ് കൊണ്ട് അവരൊക്കെ ശക്തി നേടിയിരുന്നത്. ഇന്ന് തപസ് കൊണ്ട് ശക്തി നേടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിൽ ശരീരത്തെ പാകപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അന്തരയോഗയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിന് നിങ്ങളുടെ വഴിമുട്ടി നിൽക്കുന്ന ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനോ മുന്നോട്ട് പോകാനോ ഉള്ള ഒരു ശക്തി ലഭിക്കുമെന്നതിന് സംശയമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.